ആ സ്കൂളിൽ ഉൾപ്പെടെ ഇറാനിലെ ഒരു സ്കൂളിൽ അബദ്ധവശാൽ പോലും അത് ഈ ഹോർമൂസ് കടലിടുക്കിനോട് അഭിമുഖമായി കിടക്കുന്ന ഒരു സ്ഥലത്താണ് 168 പിഞ്ച് കുഞ്ഞുങ്ങളാണ് പിടഞ്ഞു മരിച്ചത്. അപ്പോൾ ഇതൊക്കെ കൊളാട്രൽ ഡാമേജ് എന്ന് ലളിതയുക്തി കൊണ്ട് തള്ളിക്കളയാനാവുമോ? ഇത്രയധികം സാറ്റലൈറ്റ് സർവൈലൻസ് ഉള്ള ഒരു രാജ്യം അമേരിക്കയും ഇസ്രായേലിനും അത്രയും ഉണ്ടായതിനു ശേഷം ഈ സോഫ്റ്റ് ടാർഗറ്റുകളിൽ അപകടം വിതയ്ക്കുമ്പോൾ തീർച്ചയായും ലോക മനസാക്ഷി ദീർഘകാലം നീണ്ടു നിന്നാൽ ലോക മനസാക്ഷി ഉടനെ തന്നെ ചെയ്യും. അമേരിക്കയ്ക്കുള്ളിലെ പൊതുജനാഭിപ്രായം കൃത്യമായി ഉണരും. ഇപ്പോൾ നിലവിൽ ട്രംപിന് ഒരു മേൽക്കൈയുണ്ട്. സെനറ്റും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും അനുവദിച്ചിരിക്കുന്നു. ട്രംപിന് അധികാരങ്ങളുണ്ട്. പ്രസിഡന്റ് എന്നുള്ള നിലയിൽ യുദ്ധ സമയത്ത് പ്രത്യേക അധികാരങ്ങളുണ്ട്. ഗോ അഹെഡ്. പക്ഷേ റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ തന്നെ വേറിട്ട ചിന്തകളുണ്ട്. മൊത്തത്തിൽ ശ്രീ ത്രാജാലോ പറഞ്ഞതുപോലെ ട്രംപിന്റെ ജനപ്രീതി ഏറ്റവും താഴത്തെ നിലയിൽ നിൽക്കുന്ന ഒരു സമയമാണിത്. അങ്ങനെ നോക്കുമ്പോൾ 2026 നവംബറിൽ നടക്കാനുള്ള ഇടക്കാല തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻസിന് വലിയ തിരിച്ചടി സെനറ്റിലും ഹൗസിലും ലഭിച്ചാൽ ഒരുപക്ഷെ ട്രംപിന് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാനിതാ റിയാദിൽ നിന്ന് ഇപ്പോൾ എന്താണ് സൗദിയിലെ സാഹചര്യങ്ങൾ നമുക്ക് നോക്കാം. ജിദ്ദയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജലീൽ കണ്ണമംഗലം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ജലീൽ, ഇവിടെ ഇന്നിപ്പോൾ അറബ് ലീഗ് യോഗം ചേർന്നിരുന്നു. ഇനി ഇറാൻ കഴിഞ്ഞ ദിവസം പെസഷ്കിയാൻ പറഞ്ഞതുപോലെയല്ല, ഇറാൻ അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്നുണ്ട്, അതിൽ ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് സൗദിയിലെ നിലവിലെ സാഹചര്യം? സൗദി ഭരണകൂടം ഇറാൻ്റെ ഇപ്പോഴത്തെ നിലപാടിനെ എങ്ങനെയാണ് കാണുന്നത്? എന്തായിരിക്കും ഈ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ സൗദി സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കാൻ ഇറാൻ ഇതുവരെ ഉപയോഗിച്ചത് 2800ഓളം ഡ്രോണുകളും മിസൈലുകളുമാണ്. അതിൽ സൗദിക്കെതിരെ മാത്രം ഇതുവരെ 98 ഡ്രോണുകളും 16 മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്നാണ് സൗദി പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നത്. സൗദിക്കെതിരെയും കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായിട്ട് വളരെ ശക്തമായ ആക്രമണമാണ് ഇറാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മാത്രം സൗദിക്ക് നേരെ 35 ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. ഇതെല്ലാം സൗദി പ്രതിരോധ സേന തകർത്തു. കൂടുതലും റിയാദ് ലക്ഷ്യമാക്കിയാണ് ഇന്ന് ആക്രമണം ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനം റിയാദിലെ നയതന്ത്ര മേഖലയായ ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ആദ്യം റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ചെറിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ റിയാദിലുള്ള ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതും സൗദി പ്രതിരോധ സേന അത് തകർത്തു. നമുക്കറിയാം, അമേരിക്ക, ഇന്ത്യ, UK, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ എംബസികൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയാണ് ഡിപ്ലോമാറ്റിക് ക്വാർട്ടർ. ആർക്കും ഈ ആക്രമണത്തിൽ പരിക്കില്ല, നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഷൈബ എണ്ണപ്പാടത്തിന് നേരെയും ഇന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഇതുവരെ ഷൈബ എണ്ണപ്പാടത്തിന് നേരെ 22 തവണയാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതിന് പുറമെ നമുക്കറിയാം, റുബൽ ഖാലി മരുഭൂമി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മരുഭൂമിയാണ് റുബൽ ഖാലി മരുഭൂമി. ഇവിടെയാണ് ഈ ഷൈബ എണ്ണപ്പാടം ഉള്ളത്. അറാംകോയുടെ ഉടമസ്ഥതയിലാണ് ഇതുള്ളത്. സൗദിയുടെ തെക്ക് കിഴക്ക് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സൗദിയിൽ ജനജീവിതത്തിന് യാതൊരു മാറ്റവുമില്ല. ജനജീവിതം സാധാരണ രീതിയിലാണ്. അപകട സൂചനയായി സൈറണുകൾ മുഴങ്ങുന്ന ഒരു സ്വഭാവമൊന്നും സ്ഥിരമായിട്ട് ഈ സൗദി അറേബ്യയിൽ ഇല്ല. സ്കൂളുകൾ സാധാരണ പോലെ പ്രവർത്തിക്കുന്നു. എയർപോർട്ടുകൾ സാധാരണ പോലെ പ്രവർത്തിക്കുന്നു. ഓഫീസുകളും കായിക പരിപാടികളൊക്കെ നടക്കുന്നു. റമദാനുമായി ബന്ധപ്പെട്ട റമദാൻ ചന്തകൾ നടക്കുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളുടെ ഇഫ്താർ സംഗമങ്ങളൊക്കെ സാധാരണ പോലെ എല്ലാ റമദാനും പോലെ ഇത്തവണയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ താവളങ്ങൾ മാത്രമല്ല ലക്ഷ്യം എന്ന് ഇറാൻ പറയുമ്പോഴും സൗദിയെ സാമ്പത്തികമായി തകർക്കുക എന്ന ഒരു ലക്ഷ്യം ഉണ്ട്, വളരെ വ്യക്തമാണ്. ഉദാഹരണം, ഇപ്പോൾ ഈ ഷൈബ എണ്ണപ്പാടത്തിന് നേരെ ആക്രമണം തുടർച്ചയായി ഉണ്ടായി. റാസ്തൻ ലൂറയിലെ അറാംകോ എണ്ണപ്പാടത്തിന് എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായി. ഇതിനൊക്കെ പുറമെ ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള തടസ്സങ്ങൾ നേരിടുമ്പോൾ അതും സൗദിയെ വളരെ കാര്യമായി ബാധിക്കും. 20% എണ്ണ നീക്കം ഇതുവഴിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ എണ്ണ വിതരണത്തിന് ഇപ്പോൾ സൗദി ബദൽ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. ഹോർമുസ് പാതയ്ക്ക് ബദലായി ഒരു പാത, അതായത് യാംബു വഴി എണ്ണ വിതരണം നടത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ സൗദിയുടെ കിഴക്ക് ഭാഗത്ത് നിന്ന് പടിഞ്ഞാറ് തീരത്തേക്ക് എണ്ണ പൈപ്പ് മാർഗം എത്തിച്ച് ആഗോള വിപണിയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യാനാണ് സൗദിയുടെ ഇപ്പോഴത്തെ നീക്കം. ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ഈ രാജ്യങ്ങളോടൊക്കെ ഈ പടിഞ്ഞാറൻ തീരത്ത് നിന്ന്, ചെങ്കടൽ തീരത്ത് നിന്ന് എണ്ണ വാങ്ങാൻ സൗദി ആവശ്യപ്പെട്ട് കഴിഞ്ഞു. പ്രതിദിനം 50 ലക്ഷം ബാരൽ എണ്ണ ഇതുവഴി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും ഇപ്പോൾ.
സൗദി അറാംകോ ഈ സമയത്ത് ഇപ്പോൾ ഇന്നുള്ള ഏറ്റവും പുതിയൊരു വിവരം, സൗദി അറാംകോ തങ്ങളുടെ എണ്ണ കപ്പലുകൾ യാംബു തുറമുഖത്തേക്ക് തിരിച്ചുവിട്ടു എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിലെ സാഹചര്യം പരിഗണിച്ച് താൽക്കാലികമായാണ് ഈ ഒരു നടപടി. ജലീൽ, ഇപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഈ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ അവിടെ ജനജീവിതത്തെ ഏതെങ്കിലും ഡയറക്റ്റായി ബാധിക്കുന്ന സ്ഥിതിയുണ്ടോ? അതായത് ഇപ്പോൾ ഇന്ത്യക്കാർ അടക്കമുള്ളവരുടെ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഗോപികൃഷ്ണൻ, ഇതുവരെ അങ്ങനെ യാതൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലാന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ എംബസിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലും ഇവിടെ ജനജീവിതത്തെ ഇത് ബാധിച്ചിട്ടില്ല. ഓഫീസുകളും എല്ലാ ഈ ഷോപ്പിംഗ് മാളുകളും മറ്റുള്ള മാർക്കറ്റും വിപണികളൊക്കെ വളരെ സജീവമായിട്ട് സാധാരണ എങ്ങനെയാണോ ഇതിന് യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ലാതെ ഇവിടെ തുടരുന്നുണ്ട്. ഇപ്പോൾ സൗദി പ്രോ ലീഗിന്റെ ഓരോ റൗണ്ട് മത്സരങ്ങളും സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അതിൽ നിന്നും യാതൊരു ഒരു കായിക മത്സരങ്ങളും ഫുട്ബോളുകൾ AFC മത്സരങ്ങളൊക്കെ റദ്ദാക്കി, ഗൾഫിന്റെ വിവിധ ഭാഗങ്ങളിൽ റദ്ദാക്കിയിട്ട് പോലും സൗദി പ്രോ ലീഗിന്റെ ഒരു മത്സരം പോലും സൗദിയിൽ ഇതുവരെ റദ്ദാക്കിയിട്ടില്ല. റമദാൻ ചന്തകളും ഇഫ്താർ സംഗമങ്ങളാണ് ഏറ്റവും പ്രധാനം. റമദാനിന്റെ എല്ലാ ദിവസങ്ങളും പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെയുള്ള കൂട്ടായ്മകൾ ഇഫ്താർ, വലിയ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഇഫ്താർ സംഗമങ്ങൾ അതും ഔട്ട്ഡോറിൽ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിനൊന്നും യാതൊരു കുറവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരി, ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. സൗദിയിലെയും UAE-യിലെയും ഒക്കെ സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു. നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ച്, നമ്മുടെ സഹോദരന്മാരെ സംബന്ധിച്ച് അവർ ഏറെ സുരക്ഷിതരായി തന്നെയാണ് ഈ രാജ്യങ്ങളിൽ ഇപ്പോൾ ഉള്ളത്. സമഗ്രമായി നമ്മൾ ഈ റിപ്പോർട്ടുകൾ പരിശോധിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.